ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവരും ചാനൽ സ്വാഗതം. എന്ന് പറഞ്ഞ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ ചെമ്പൻ വിനോദ് റൈറ്ററായും ഉല്ലാസ് ചെമ്പം ഡയറക്ടർ എന്ന ചിത്രമാണ് ഡിസ്കോ. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വരുന്നതായിരിക്കും. കുറേ നാളായി നമ്മുടെ ലാലേട്ടൻ ജൂഡ് ആൻ്റണി ചിത്രത്തിനെ പറ്റി ഇങ്ങനെ കേൾക്കുന്നു. അതിങ്ങനെ ഉറപ്പില്ലാണ്ട് ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ജൂഡ് ആൻ്റണി ചിത്രം അടുത്ത വർഷം ഓണാവുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണ് നമ്മുടെ ചിദംബരം ലാലേട്ടൻ കോമ്പോയിലുള്ള ചിത്രം. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണ്ട് ലോക്കാവുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 90% ചിത്രം ലാലേട്ടൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ ഗലീഫ് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതാണല്ലോ. 8:30ക്കാണ് റിലീസ് ചെയ്തത്. രാവിലെ മുതൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കിടിലൻ ട്രെയിലർ തന്നെയായിരുന്നു. ആ കട്ട്സൊക്കെ ഗംഭീരം തന്നെയായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിന് വൻ ഹൈപ്പ് തന്നെയാണ്. എൻ്റെ റിവ്യൂ വരുന്നതായിരിക്കും. ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ എന്തായാലും പോയി ബുക്ക് ചെയ്യുക. നമ്മുടെ ജയസൂര്യയുടെ അടുത്ത ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് മായൻ. നമ്മുടെ ജിതിൻ കെ ജോസ് എന്ന ഡയറക്ടറിൻ്റെ ഒപ്പമാണ്. ആരും നമ്മുടെ കളങ്കാവിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ചിത്രം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഫസ്റ്റ് ഷെഡ്യൂള്. അപ്പോൾ എന്തായാലും ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. പൃഥ്വിരാജിൻ്റെ ഐ നോബിഡി എന്ന ചിത്രം അങ്ങനെ OTTകളിലേക്ക് അതിവേഗം എത്തുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 25 ചിത്രം സ്ട്രീം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജയിലർ 2ൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചിത്രത്തിൻ്റെ OTT സാറ്റലൈറ്റ് അവകാശം നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏതാണ്ട് 160 കോടിയുടെ ഡീലാണ് നടന്നിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരു തമിഴ് സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഡീൽ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.